കർത്താവ് നമുക്ക് ഈ രാത്രി ഒരുക്കിയ ഈ സമൃദ്ധമായ ആത്മീയ വിരുദിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടൊരു ഹല്ലേലൂയ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, തീക്ഷ്ണമതിയായ ഈ ആത്മായ പ്രേക്ഷിതനെ ഓർത്ത് നമുക്ക് കർത്താവിൽ അഭിമാനിക്കാം. ഈ കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമാണ്. ഇത്തരത്തിലുള്ള അനേകം ആത്മായ ശുശ്രൂഷകർ ദൈവത്തിന് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി വേല ചെയ്യുന്നവരുണ്ട്. അവരെല്ലാം ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. 2012 മിഷൻ ഞായർ സന്ദേശത്തിൽ ബെനഡിക്ട് 16 മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. സുവിശേഷം വ്യാപിപ്പിക്കുവാൻ തയ്യാറുള്ള പുതിയ അപ്പസ്തലന്മാരുടെ തലമുറ വളർന്നു വരേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. ഇങ്ങനെയുള്ള അനേക ആത്മായ പ്രേക്ഷിതർ വളർന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ നിയോഗം പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് വലതുകരം ഉയർത്തി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. ടെസ്റ്റ് മണി ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ ദൈവൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെയ്ത സാക്ഷ്യങ്ങളിൽ ചിലത് നമ്മൾ വായിച്ചു കേൾക്കുന്നു. അതോടൊപ്പം വേൾഡ് ഇവാഞ്ചലൈസേഷന് വേണ്ടി നമ്മൾ ഒരുമിച്ച് മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു സമയത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുവരികയാണ്. ടെസ്റ്റ് മണി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് ഷാലോം പ്രയർ ഡിപ്പാർട്ട്മെൻറ്റിൽ ശുശ്രൂഷ ചെയ്യുന്ന മിസ്റ്റർ ബാബു NB ആണ്. അദ്ദേഹത്തോട് ചേർന്ന് ഈ സാക്ഷ്യങ്ങൾ വായിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കരമുയർത്തി ഹല്ലേലൂയ. കഴിഞ്ഞ അനേക നൈറ്റ് വിജിൽ രാത്രികളിൽ കർത്താവ് സ്വർഗം തുറന്ന് തൻ്റെ ജനത്തെ അത്ഭുതകരമായ വിധത്തിൽ സന്ദർശിച്ചതിൻ്റെ സാക്ഷ്യ വിവരണം വായിച്ചു കേട്ട് കൂടുതൽ അനുഗ്രഹത്തിലേക്കും കൂടുതൽ പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്കും വരുവാൻ ദൈവം തിരഞ്ഞെടുത്ത നല്ല ഒരു സമയത്തിലേക്ക് നാം ഓരോരുത്തരും കടന്നു വരികയാണ്. ലോകത്ത് നാം എവിടെ ആയിരുന്നാലും, ഒരുപക്ഷെ ഓഫീസിലായിരിക്കാം, കുടുംബ അന്തരീക്ഷത്തിലായിരിക്കാം, ജോലി സ്ഥലത്തായിരിക്കാം, എവിടെ ആയിരുന്നാലും ഈ രാത്രിയിൽ അത്ഭുതങ്ങളുടെ ദൈവം എന്നെയും നിങ്ങളെയും സന്ദർശിക്കുമെന്നുള്ളത് നിശ്ചയമായ കാര്യമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹബക്കൂക്ക് പ്രവചനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, ഒലിവ് മരത്തിൽ കായ്കളില്ലാതായാലും, മുന്തിരിയിൽ ഫലങ്ങളില്ലാതായാലും, വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും, ആട്ടിൻപറ്റം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും, ഞാൻ കർത്താവിൽ ആനന്ദിക്കും. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കർത്താവിൻ്റെ വചനം ഈ രാത്രി നിന്നോട് പറയുകയാണ്, നിന്നെക്കുറിച്ച് ക്ഷേമകരമായ പദ്ധതി ഒരുക്കിയ നല്ല ദൈവം ഈ രാത്രിയിൽ നിന്റെ വ്യക്തിപരമായ എല്ലാ പ്രതിസന്ധി അനുഭവങ്ങളിലേക്കും ഈ രാത്രിയിൽ ഇറങ്ങി വരുവാൻ പോവുകയാണ്. ജെറമ്യാ പ്രവചനം 31-ാം അധ്യായം അതിൻ്റെ 3-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. വിദൂരതയിൽ നിന്ന് കർത്താവ് അവന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തു, എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ്, നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ്. കന്യകയായ ഇസ്രായേലേ, ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തും, തപ്പുകളെടുത്ത് നീ വീണ്ടും നർത്തകരുടെ ഇടയിലേക്ക് നീങ്ങും. ഒരുപക്ഷെ ജീവിതത്തിൻ്റെ വഴികളിൽ നീ പരാജയപ്പെട്ടു തകർന്നു പോയി എന്ന് ചിന്തിക്കുന്ന ജീവിത സാഹചര്യങ്ങളാണോ നിനക്കുള്ളത്? കർത്താവ് ഈ രാത്രി നിന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ വീണ്ടും പണിതുയർത്തും. അവൻ്റെ സ്നേഹത്തിൽ അവൻ നിന്നെ വീണ്ടും പണിതുയർത്തും. സകലതും അറിയാലും മാറ്റമില്ലാത്ത നിൽക്കുന്ന ദൈവം, അവൻ്റെ സൗഖ്യപ്പെടുന്ന കരം, വിടുവിക്കുന്ന കരം നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിത സാഹചര്യങ്ങൾ, നിന്റെ കണ്ണുനീരിൻ്റെ വഴികളിലേക്ക് ഈ രാത്രിയിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ സമയങ്ങളിൽ കണ്ണുകളൊന്ന് അടച്ച് ഈ പാട്ടിൻ്റെ വരികളോട് ചേർന്ന് നല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം ഹൃദയപൂർവ്വം വിളിക്കുക. ദൈവമേ, ഈ രാത്രിയിൽ എൻ്റെ എല്ലാ പ്രതിസന്ധികളിലേക്ക് ഇറങ്ങി വരണമേ. കഴിഞ്ഞ അനേകം നൈറ്റ് വിജിലുകളിൽ 10,000ങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച അങ്ങയുടെ വീര്യപ്രവൃത്തി ഈ രാത്രിയിൽ എനിക്ക് നൽകണമേ. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തിക്കേ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ചെറിയവരും വലിയവരും കർത്താവിനെ ഒന്ന് സ്തുതിക്കട്ടെ. സ്വരമുയർത്തി സ്തുതിക്കട്ടെ. യേശുവേ എന്ന് വിളിച്ച് സ്തുതിക്കട്ടെ, ആരാധിക്കട്ടെ.
ആദരം തുറന്ന് ജീവനുള്ള ദൈവത്തെ വിളിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് കരമൊന്ന് ഉയർത്തിയടിക്കാമോ? കരങ്ങൾ താഴ്ത്തി. സ്നേഹത്തിനുറവിടമാകും കർത്താവാണെന്ന ഭയം പ്രത്യാശയുള്ളിൽ നിറയ്ക്കാനണയും കർത്താവാണെന്റെ ബലം. പറ്റാത്ത സ്നേഹത്തിനുറവിടമാകും കർത്താവാണെന്ന ഭയം പ്രത്യാശയുള്ളിൽ നിറയ്ക്കാനണയും കർത്താവാണെന്റെ ബലം. ആനന്ദിക്കും കരങ്ങൾ ഉയർത്തിയടിക്കുന്നു. ആനന്ദിക്കും ഞാൻ കർത്താവിൽ ആനന്ദിക്കും രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ കർത്താവിൽ ആനന്ദിക്കും രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. കാലുകളൊന്ന് മാറ്റി ചവിട്ടി ചലിച്ചുകൊണ്ട് അടുത്ത് നിൽക്കുന്ന ആളുടെ മുഖത്തൊന്ന് നോക്കി ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ കൃത്തിൽ. അതെന്റെ നാശത്തിനല്ല ശുഭമ ക്ഷേമത്തിൽ പദ്ധതിയല്ലോ. നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ കൃത്തിൽ. അതെന്റെ നാശത്തിനല്ല ശുഭമ ക്ഷേമത്തിൽ പദ്ധതിയല്ലോ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ കർത്താവിൽ ആനന്ദിക്കും രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ കർത്താവിൽ ആനന്ദിക്കും രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ഒന്ന് വട്ടം കിടക്കാമോ? ഇങ്ങനെ ഇതുപോലെ ഗ്ലോറി ആനന്ദിച്ച് കരങ്ങൾ ഉയർത്തിയടിക്കാമോ? കർത്താവെനിക്കായി സ്നേഹത്തോടേകിയ സമ്മാനമീ ജീവിതം. ആ തിരുകൈകളിൽ കാണിക്കയായി ഞാൻ ഏകുന്നു സമ്പൂർണ്ണമായി. കർത്താവിനെക്കാൾ സ്നേഹത്തോടേകിയ സമ്മാനമീ ജീവിതം. ആ തിരുകൈകളിൽ കാണിക്കയായി ഞാൻ ഏകുന്നു സമ്പൂർണ്ണമായി. ആനന്ദിക്കും
ലോർഡ്. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ശാന്തമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ അനേക നൈറ്റ് വിജിലുകളിൽ ജീവിക്കുന്നവനായ തമ്പുരാൻ തൻ്റെ അത്ഭുതകരമായ സൗഖ്യം നൽകി, വിടുതൽ നൽകി അനുഗ്രഹിച്ച അനേകം സാക്ഷ്യങ്ങൾ ഓരോ മാസവും നമുക്കിവിടെ ലഭിക്കുന്നു. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഏതാനും സാക്ഷ്യങ്ങളാണ് ഈ സമയങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. ആദ്യം വായിക്കുന്ന സാക്ഷ്യം ജെസ്സി ടോം തൃശ്ശൂരിൽ നിന്ന് എഴുതിയ ഒരു കത്താണ് വായിക്കുന്നത്. അത്ഭുതകരമായി ദൈവത്തിൽ നിന്ന് സൗഖ്യം സ്വീകരിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം വായിക്കുക. ദൈവം ചെയ്ത മഹത് കാര്യങ്ങൾക്ക് നന്ദി പറയാനാണ് ഈ കത്ത്. പൂർണ്ണ ഗർഭിണിയായ എൻ്റെ നാത്തൂന് കഴിഞ്ഞ ഡിസംബറിലെ 2014 ഡിസംബറിലെ നൈറ്റ് വിജിലിൻ്റെ സമയത്ത് മഞ്ഞപ്പിത്തം കൂടി. അവളെ പട്ടാമ്പിയിൽ നിന്ന് തൃശ്ശൂർ ജൂബിലി മിഷനിലേക്ക് റെഫർ ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് കിഡ്നിയും ഹാർട്ടും ലിവറും പ്രവർത്തിക്കുന്നില്ല, മാത്രമല്ല ബ്ലീഡിങ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് അമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും ഇരട്ട കുട്ടികൾ കാര്യത്തിൽ ഒട്ടും ഉറപ്പില്ല. മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതിനാൽ പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് കുട്ടികളെ പുറത്തെടുക്കണം. ഉടനെ ഷാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. രാത്രി 9 മണിക്ക് ഓപ്പറേഷൻ ചെയ്തു. പൂർണ്ണ ആരോഗ്യത്തോടെ 2 പെൺകുഞ്ഞുങ്ങളെ ദൈവം തന്നു. അമ്മയുടെ കാര്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പറയാറായിട്ടില്ല, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, പ്രാർത്ഥിക്കുക എന്നാണ്. ഏകദേശം 60 കുപ്പിയോളം രക്തം വേണ്ടി വന്നു. 10 മണിയായപ്പോൾ വെന്റിലേറ്ററിലേക്ക് മാറ്റി. 4 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞു. പിന്നീടാണ് ദൈവകൃപ ശരിക്കും അനുഭവിച്ചറിഞ്ഞത്. പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ പറഞ്ഞു ദൈവാനുഗ്രഹം കൊണ്ട് കിഡ്നി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞപ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ നോക്കുക, 3 ജീവൻ നഷ്ടമാകാവുന്ന ഒരു രോഗ അവസ്ഥകളിലൂടെ ഈ സഹോദരി കടന്നു പോവുകയാണ്. ഹാർട്ടും ലിവറും കിഡ്നിയും എല്ലാം ഫെയിലിയർ ആയി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുന്ന സമയം. ഉദരത്തിലുള്ള 2 കുഞ്ഞുങ്ങളുടെയും ജീവൻ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഷാലോം നൈറ്റ് വിജിലിലേക്ക് പ്രാർത്ഥനാ സഹായത്തിനായി വിളിച്ചു. അത്ഭുതകരമായി ഡോക്ടേഴ്സിലൂടെ കർത്താവിൻ്റെ സൗഖ്യം ആ വ്യക്തിയെ തേടി വരികയാണ്. കരങ്ങളടിച്ച് നല്ല ദൈവത്തെ നന്ദി പറഞ്ഞ് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. സന്തോഷമാണ്. രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും രോഗിയായി ഞാൻ തളർന്നാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ആണികളാൽ മുറിവേറ്റ പാടികളാൽ സുഖമേകും ആണികളാൽ മുറിവേറ്റ പാടികളാൽ സുഖമേകും അവൻ ഭയന്നില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. അവൻ ഭയന്നില്ല, ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം കൈവിടില്ല. യെശയ്യാ പ്രവചനം 59-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: രക്ഷിക്കാൻ കഴിയാത്ത വിധം അവിടുത്തെ കരങ്ങൾ കുറുകിപ്പോയിട്ടില്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളെ നോക്കി ദൈവം പറയും എനിക്കിത് സാധ്യമെന്ന്. പ്രിയപ്പെട്ടവർ, ഒരുപക്ഷെ നിങ്ങൾ കുടുംബ അന്തരീക്ഷത്തിലിരുന്നു കൊണ്ട് വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറഞ്ഞ ചില യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരാണോ? എന്നാൽ വചനം പറയുന്നു മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19:26 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നാം ഒന്നേ ചെയ്യേണ്ടതുള്ളൂ. മത്തായി സുവിശേഷം 21-ാം അധ്യായം 22-ാം തിരുവചനം: വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം ലഭിക്കുമെന്ന് നമ്മുടെ കർത്താവ് നമ്മോട് പറയുകയാണ്. പ്രിയപ്പെട്ടവർ, അപ്രകാരം വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് വൈദ്യശാസ്ത്രം അസാധ്യം എന്ന് പറഞ്ഞ രോഗ അനുഭവത്തിലേക്ക് കർത്താവിൻ്റെ സൗഖ്യം വന്നതിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം വായിക്കുക. എരുമേലി സ്വദേശിയായ KS മാത്യുവാണ് ഈ സാക്ഷ്യം എഴുതിയിരിക്കുന്നത്. ഞങ്ങളുടെ 3.5 വയസ്സായ പേരക്കുട്ടിയുടെ മുഖത്തും ദേഹത്തും ഉണ്ടായിരുന്ന
വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുന്നതിനായി 2014 ഒക്ടോബർ മാസത്തിലെ നൈറ്റ് വിധിയിൽ പ്രാർത്ഥന സഹായം ചോദിച്ചിരുന്നു. അന്നു മുതൽ വെള്ളപ്പാണ്ട് കുറേശ്ശെ കുറയാൻ തുടങ്ങി. 3 മാസം കൊണ്ട് എല്ലാ പാടുകളും പൂർണ്ണമായി സുഖപ്പെട്ടു. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് കുഞ്ഞിനെ സുഖപ്പെടുത്തുകയായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കാരണം പല ഡോക്ടർമാരും പറഞ്ഞത് ഇത് പൂർണ്ണമായും സുഖപ്പെടുക ഇല്ല എന്നായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ച ഷാലോമിലെ എല്ലാവർക്കും നന്ദി പറയുകയും ഷാലോമിന് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഭയപ്പെടരുത്, വിശ്വസിക്കുക മാത്രം ചെയ്യുക. വൈദ്യശാസ്ത്രം അസാധ്യമെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ നോക്കി പറയും, എനിക്കിത് സാധ്യമാണ്. കരങ്ങൾ അടിച്ച് നല്ല തമ്പുരാന് നല്ല ഒരു ആരാധന നമുക്ക് കൊടുക്കാം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാം അത്യത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. എൻ്റെ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ യേശുവിൻ കൂടെയുള്ളതാ. Praise the Lord. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിന്റെ 3-ാം അധ്യായം അതിൻ്റെ 5-ാം തിരുവചനത്തിൽ നമുക്ക് പ്രകാരം പഠിക്കുവാൻ കഴിയും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. കർത്താവിൽ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വാസം അർപ്പിക്കുക, സ്വന്തം ബുദ്ധിയെ ആശ്രയിക്കരുത്. നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവ വിചാരത്തോടെ ആകട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. വഴി അടഞ്ഞുപോയി എന്ന് ചിന്തിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നു. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരെ നോക്കി കർത്താവിന്റെ വചനം പറയുകയാണ്, വഴി അടഞ്ഞിട്ടില്ല. വഴി തുറക്കുവാൻ കഴിയുന്നവനായ ഞാൻ ഇന്നും ജീവിക്കുകയാണ്. വഴി തുറക്കുവാനുള്ള അധികാരം പരമപിതാവിൽ നിന്ന് കൈയാളിയ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുകയാൽ പ്രിയ ദൈവമക്കളെ, ജീവിതത്തിലെല്ലാം തകർന്നുവെന്ന്, സകല വഴികളും അടഞ്ഞുവെന്ന്, നിന്റെ കുടുംബത്തിന്റെ മുമ്പിലെ വഴികൾ അടഞ്ഞുവെന്ന്, മക്കളുടെ ഭാവി വഴി അടഞ്ഞുവെന്ന് ചിന്തിക്കരുത്. വിശ്വസിക്കുക, പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുക. ഏശയ്യ 22:22 നമ്മൾ ഇപ്രകാരം പഠിക്കുകയാണ്, ദാവീദ് ഭവനത്തിന്റെ താക്കോൽ അവന്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ അടച്ചാൽ ആർക്കും തുറക്കാൻ പറ്റുകയില്ല, അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, തമ്പുരാൻ തുറന്നാൽ, യേശുനാഥൻ ഒരു വഴി നിനക്കായി തുറന്നാൽ അത് അടയ്ക്കാൻ ലോകത്തിൽ ഒരു വ്യക്തിക്കും സാധിക്കുകയില്ല. കരങ്ങൾ ഉയർത്തി ഒരു ഹാലലുയ പറഞ്ഞേ, ഹാലലുയ, ഹാലലുയ. അപ്രകാരം വഴി അടഞ്ഞു എന്ന് ചിന്തിക്കുമാർ ഒരു ജീവിത യാഥാർത്ഥ്യത്തിൽ നിന്ന് അത്ഭുതകരമായി കർത്താവ് വിടുവിച്ചതിൻ്റെ ഒരു സാക്ഷ്യ വിവരണമാണ് നാം വായിക്കുക. അത്ഭുതകരമായി കുഞ്ഞിനെ കൊടുത്തതിൻ്റെ സാക്ഷ്യമാണ് നാം വായിച്ചു കേൾക്കുക. സൗദി അറേബ്യയിൽ നിന്നാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ജിൻസി ജോസഫാണ് കത്തിൻ്റെ ഉടമ. സൗദി അറേബ്യയിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. വിവാഹം കഴിഞ്ഞ് 10 വർഷമായി. ഞങ്ങളുടെ ആദ്യത്തെ കുഞ്ഞിന് ശേഷം, ആദ്യത്തെ കുഞ്ഞിന് 8 വയസ്സ് പ്രായമായി. രണ്ടാമത് ഒരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കൽ ഗർഭിണിയായി 6 ആഴ്ചയ്ക്ക് ശേഷം അത് ട്യൂബ് പ്രഗ്നൻസി ആണെന്നും ഒരു സൈഡിലെ ഫലോപ്യൻ ട്യൂബ് മുറിച്ചു മാറ്റണമെന്നും പറഞ്ഞു. പിന്നീട് മറ്റേ സൈഡിലെ ട്യൂബ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ബ്ലോക്കാണെന്നും ഇനി കുട്ടികൾ ഉണ്ടാവില്ലെന്നും അഥവാ വേണമെങ്കിൽ കൃത്രിമ മാർഗത്തിലൂടെ ഗർഭധാരണം നടക്കുകയുള്ളൂ എന്നും പറഞ്ഞു. 3 ആശുപത്രികളിൽ ഡോക്ടർമാരെ കാണിച്ചിട്ടും എല്ലാവരും ഈ അഭിപ്രായമാണ് പറഞ്ഞത്. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ആ മാസം തന്നെ ഷാലോം നൈറ്റ് വിൽ സമയത്ത് എൻ്റെ ആവശ്യം ഒരു പേപ്പറിൽ എഴുതി
TV സ്ക്രീനിൽ മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ ഞാൻ നോർമലായി ഗർഭിണിയായി. ഒരു പെൺകുഞ്ഞിനെ കൂടി തന്ന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അവൾക്കിപ്പോൾ 8 മാസം പ്രായമായി. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമായി. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. നോക്കുക പ്രിയപ്പെട്ടവരെ, ശാരീരികമായ രീതിയിൽ, നോർമൽ രീതിയിൽ ഒരിക്കൽ പോലും വീണ്ടും ഒരു ഗർഭധാരണം അസാധ്യമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ സ്ഥലത്തേക്ക് അത്ഭുതവാനായ ദൈവം, ഇന്നും ജീവിക്കുന്നവനായ തമ്പുരാൻ തൻ്റെ കരം നീട്ടി. അവർ ഒരു കാര്യം മാത്രമേ വിശ്വസിച്ചു, ദൈവത്തെ ആരാധിച്ചു. അതുകൊണ്ട് ഭാരപ്പെടരുത്, സങ്കടപ്പെടരുത്. വിശ്വാസത്തോടെ തമ്പുരാന് കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ഒരു നിമിഷം നമുക്ക് അവിടുത്തെ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ അബ്രാഹാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. അബ്രാഹാമിന് ദൈവം വാഗ്ദാനം നൽകുമ്പോൾ കൺമുൻപിൽ ശൂന്യതയായിരുന്നു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി എണിക്കപ്പെട്ടു. എങ്കിലും അവൻ തന്നിൽ വിശ്വസിച്ചല്ലോ, ആ വിശ്വാസം നീതിയായി ഗണിക്കപ്പെട്ടു. യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. യേശുവേ, യേശുവേ, നീ മാത്രം ഞങ്ങളുടെ രക്ഷകൻ. Praise the Lord. സങ്കീർത്തന പുസ്തകം 46-ന്റെ 1-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. ദൈവമാണ് എൻ്റെ അഭയവും ശക്തിയും, കഷ്ടതകളിൽ അവിടുന്ന് സുനിശ്ചിതമായ തുണയാണ്. കഷ്ടതകളിൽ കൈവിടുന്നവനല്ല നമ്മുടെ കർത്താവ്. കഷ്ടതകളുടെ കാരണങ്ങളിലേക്ക് ഇറങ്ങി വന്ന് കണ്ണീർ തുടയ്ക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ജെറമ്യ 31:14 കർത്താവ് പറയുന്നു, ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും, ദുഃഖമകറ്റി അവർക്ക് സന്തോഷം പ്രദാനം ചെയ്യും. തൻ്റെ മക്കൾ കരയുന്നത് ഒരിക്കൽ പോലും കാണുവാൻ കഴിയുന്നവനല്ല നമ്മുടെ കർത്താവ്. കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്ക് ഇറങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, അപ്രകാരം കണ്ണുനീരിൻ്റെ ഉറവിടങ്ങളിലേക്ക് ഇറങ്ങി വന്ന് സൗഖ്യം കൊടുത്തതിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം വായിച്ചു കേൾക്കുക. ആലപ്പുഴയിൽ നിന്നും ബെറ്റി ജോസഫാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ആലപ്പുഴയിൽ നിന്നാണ് ഈ കത്ത്. 7 വർഷം മുമ്പ് എനിക്ക് ചിക്കൻ ഗുനിയ ബാധിച്ചു. അത് സൗഖ്യമായതിനു ശേഷവും നടുവിന് വേദന മാറിയിരുന്നില്ല. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ ഞാൻ വളരെ പാടുപെട്ടിരുന്നു. 5 മിനിറ്റെങ്കിലും ശ്രമിച്ചാലേ സീറ്റിൽ നിന്ന് എഴുന്നേൽക്കാൻ സാധിച്ചിരുന്നുള്ളൂ. വർഷങ്ങളായി ഞാൻ നൈറ്റ് വിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു. ഒരു ദിവസം നൈറ്റ് വിൽ പ്രാർത്ഥനയിൽ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ വേദനയുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ നടുവിന് വേദന അപ്പോൾ തന്നെ ദൈവം എടുത്തു മാറ്റി. പിന്നീട് ഇതേവരെ എനിക്ക് നടുവിന് വേദന ഉണ്ടായിട്ടില്ല. മറ്റൊരു സാക്ഷ്യം കൂടി അവരെഴുതുകയാണ്. എൻ്റെ സഹോദരൻ പ്രശസ്തമായ ഒരു ന്യൂസ് ചാനൽ ക്യാമറമാനാണ്. ക്യാമറ തോളിൽ വയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കൈക്കും നട്ടെല്ലിനും ശക്തമായ വേദന 3 വർഷം മുമ്പ് ഉണ്ടായി. ഒത്തിരി ചികിത്സകൾ നടത്തി. പിന്നീട് ആ വേദന നടുവിൻ്റെ ഭാഗത്തേക്ക് മാറി. നടുവിന് ബെൽറ്റ് ധരിച്ചാണ് ജോലിക്ക് പോയിരുന്നത്. ജോലി രാജിവെക്കേണ്ടി വരും എന്ന് അവൻ പറഞ്ഞു. സാധാരണ കുടുംബത്തിൽ പിറന്ന ഞങ്ങൾക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല. നൈറ്റ് വിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥനാ സഹായത്തിനായി ഞാൻ വിളിച്ചു പറഞ്ഞു. ഈശോ അവന് സൗഖ്യം നൽകി. എൻ്റെ സഹോദരൻ ഇപ്പോഴും അവിടെ തന്നെ ജോലി ചെയ്യുന്നു. സൗഖ്യം നൽകിയ ദൈവത്തിന് കോടാനുകോടി നന്ദി. നല്ലവണ്ണം ഒന്ന് കരങ്ങളടിച്ച് നല്ല ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തി ആരാധിക്കാം. സ്തുതിച്ചിടുവാൻ, എന്നും പുകഴ്ത്തിയിടുവാൻ, എന്നും പാടിയിടുവാൻ
യെശയ്യാ പ്രവചനം 58-ാം അധ്യായം അതിൻ്റെ 9-ാം വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്: നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ ഇന്ന് അവിടുന്ന് മറുപടി തരും. ഒരുവന്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, അത്ഭുതങ്ങൾ ഓരോ നൈറ്റിലും വാരി വിതറുന്ന ദൈവം പറയുകയാണ്: നീ പ്രാർത്ഥിച്ചാൽ, നിന്റെ കുടുംബത്തിലിരുന്ന്, നിന്റെ കണ്ണുനീരിലിരുന്ന്, നിന്റെ രോഗത്തിലിരുന്ന്, നിന്റെ പരാജയത്തിലിരുന്ന് നീ അവനോട് പ്രാർത്ഥിച്ചാൽ അവൻ ഇതാ എന്ന മറുപടിയുമായി നിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. വലതുകരമെത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യെരമ്യാ 33:3 അവിടുന്ന് വീണ്ടും പറയുകയാണ്: എന്നെ വിളിക്കുക, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി തരും. നിന്റെ ബുദ്ധിക്കതീതവും മഹത്വവുമായ നിഗൂഢമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. എന്നെ വിളിക്കുക എന്ന് പറഞ്ഞവൻ്റെ മുമ്പിൽ നിലവിളിയോടെ പ്രാർത്ഥിച്ച ഒരു ജീവിതത്തിലേക്ക് കർത്താവ് ഇറങ്ങി വന്നതിൻ്റെ സാക്ഷ്യമാണ് നാം വായിക്കുക. ആലിസ് ചെറിയാൻ പുത്തൻ പുരക്കൽ, ഇടുക്കിയിൽ നിന്നാണ് ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഇടുക്കിയിൽ നിന്നാണ് ഈ കത്ത് ഞാൻ എഴുതുന്നത്. എൻ്റെ മകൾ ലിവിയ നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് വിദേശത്തേക്ക് പോകാനുള്ള പരിശ്രമത്തിലായിരുന്നു. പല വിധത്തിലുള്ള തടസ്സങ്ങൾ കാരണം അത് നടന്നില്ല. 2014 ഏപ്രിൽ മാസത്തെ നൈറ്റ് വിജിലിൽ ഈ നിയോഗം വെച്ച് മനസ്സുരുകി പ്രാർത്ഥിച്ചു. ആരാധനയുടെ സമയത്ത് TV-യിൽ തിരുവോസ്തിയിൽ തൊട്ടുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ഹൃദയം നുറുങ്ങിയ പ്രാർത്ഥന ഈശോ കേട്ടു. കഴിഞ്ഞ സെപ്റ്റംബർ മാസം 3-ാം തീയതി മകൾ വിദേശത്തേക്ക് പോയി. നല്ലൊരു ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറുവാൻ സാധിച്ചു. ഞങ്ങളെ അനുഗ്രഹിച്ച ഈശോയ്ക്ക് 1000 സ്തുതികൾ അർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കണ്ണീരിൻ്റെ പ്രാർത്ഥന എവിടെ ഉയർന്നോ അവിടെ മറുപടിയുമായി വരുന്ന ദൈവം ഇന്ന് നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് നല്ല ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം. എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ കൃത്തിൽ. അതെന്റെ നാശത്തിനല്ല, ശുഭമം ക്ഷേമത്തിൻ പദ്ധതിയല്ലോ. എന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ദൈവപിതാവിൻ കൃത്തിൽ. അതെന്റെ നാശത്തിനല്ല, ശുഭമം വിശ്വസിക്കാം. പദ്ധതിയല്ലോ. കരങ്ങളുയർത്തി ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. ആനന്ദിക്കും ഞാൻ, ആനന്ദിക്കും ഞാൻ, കർത്താവിൽ ആനന്ദിക്കും. രക്ഷകനാകും എൻ ദൈവത്തിൽ നിത്യം സന്തോഷിച്ചിടും ഞാൻ. പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് വേഗം എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രിയിൽ നമ്മൾ ഒന്നിച്ച് അല്പസമയം പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട ജീവനുള്ള ദൈവം ലോകമെമ്പാടും സഞ്ചരിച്ചുകൊണ്ട് തൻ്റെ ജനത്തെ വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കുന്ന, മാറോടണയ്ക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളുമായിരിക്കുകയാണ്. ഒന്നിച്ച് ഒരു നിമിഷം കണ്ണുകൾ അടച്ച് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹത്തോടെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ദൈവ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ സ്നേഹത്തോടെ സമർപ്പിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ദയവായി എല്ലാവരും സ്വരമുയർത്തി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. കരം അല്പം ഉയർത്തിപ്പിടിച്ച്, പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തുന്നത് ഇസ്രായേൽ ജനം സായാഹ്ന ബലി അർപ്പിച്ചതിന് തുല്യമാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരുവൻ കരങ്ങൾ ഉയർത്തിയാൽ സ്വർഗം തുറന്ന് ദൈവശക്തി അവൻ പ്രാർത്ഥിക്കുന്ന സകല നിയോഗങ്ങളുടെ മേലേക്കും ദൈവം അയക്കുകയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ചൊല്ലിത്തരുന്ന പ്രാർത്ഥനയെ ചൊല്ലാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളിലൂടെ ലോകമെമ്പാടും ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ച എല്ലാ ജീവിതങ്ങളെയും ഈ
രാത്രിയിൽ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ശലോമിന്റെ എല്ലാ ശുശ്രൂഷകരെയും വീണ്ടും അഭിഷേകം ചെയ്യണമേ, വീണ്ടും ബലപ്പെടുത്തണമേ. ശലോമിനോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശലോമിന്റെ എല്ലാ ഏജന്റുമാർക്ക് വേണ്ടി, എല്ലാ റിപ്പോർട്ടേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളും പൂർണ്ണമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശലോമിന്റെ നേതൃത്വത്തിലേക്ക് കർത്താവ് വിളിച്ചവരെ വീണ്ടും ഈ രാത്രിയിൽ ദൈവം തന്റെ ആത്മാവിനാൽ നിറയ്ക്കട്ടെ. എല്ലാ ശുശ്രൂഷകരെയും കർത്താവ് ചേർത്ത് നിർത്തി ബലപ്പെടുത്തട്ടെ. തന്റെ ആത്മാവിനെ നിറയ്ക്കുന്ന കണ്ടുകൊണ്ട് എല്ലാവർക്കും വേണ്ടി കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരിക്കൽ കൂടി എല്ലാവരും സ്തുതിക്കുന്നു, അഭിഷേകത്തോടെ സ്തുതിക്കുന്നു. വലിയ ശക്തി നിറയുന്നു. ഹല 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 ഹല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ നിറയുക. ആത്മാവേ കനിയണമേ, കരങ്ങൾ ഉയർത്തി അഭിഷേകം പകരണമേ. കരങ്ങൾ ഉയർത്തി. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ, അഗ്നിജ്വാല പോലെ ഇടി മുഴക്കത്തോടെ അഗ്നിനാവുകൾ അവർ മേൽ പതിയണമേ, അഗ്നിനാവുകൾ അവർ മേൽ പതിയണമേ. ആത്മാവേ കനിയണമേ, കരങ്ങളടിച്ച് അഭിഷേകം പകരണമേ. ആത്മാവേ, ആത്മാവേ കനിയണമേ, അഭിഷേകം അഭിഷേകം പകരണമേ. ആത്മാവേ കനിയണമേ, അഭിഷേകം പകരണമേ. കരങ്ങൾ ഉയർത്തി, അല്പം കരം ഉയർത്തിപ്പിടിച്ച് ചേർന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഉയർത്തിയ ശാലോം ടിവിയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ലോക ജനതയ്ക്ക് ആത്മാക്കളുടെ രക്ഷയ്ക്ക് അനുഗ്രഹമാക്കി വീണ്ടും അഭിഷേകം ചെയ്യണമേ. ശാലോം ചാനലിലെ എല്ലാ പ്രോഗ്രാമുകളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ശാലോം ടിവിയെ ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുന്ന DTH നെറ്റ്വർക്കുകാരെ, കേബിൾ ഓപ്പറേറ്റേഴ്സിനെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവിടുന്ന് സന്ദർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സൺഡേ ശാലോമിന് വേണ്ടി, ശാലോം ടൈംസിന് വേണ്ടി, ഇംഗ്ലീഷ് മാസികയ്ക്ക് വേണ്ടി, തമിഴ് മാഗസിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേകം ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമായി ശാലോം പ്രസിദ്ധീകരണങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുരക്തത്താൽ ശാലോം ശുശ്രൂഷകളെ പൊതിഞ്ഞ് പിടിക്കണമേ, പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി വീണ്ടും കർത്താവിനെ സ്തുതിച്ചാരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവിക സംരക്ഷണം ശാലോം ശുശ്രൂഷകൾ നിറയട്ടെ, തിരുരക്ത അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ശാലോമീനെ പൊതിഞ്ഞു പിടിക്കണമേ, ചേർന്ന് തിന്മ കാണാതെ കാക്കണമേ. ശാലോമീനെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ, ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ. ശാലോമീനെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ തിന്മ കാണാതെ കാക്കണമേ. ശാലോമീനെ പൊതിഞ്ഞു പിടിക്കണമേ, തിന്മ കാണാതെ കാക്കണമേ. ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ, ഈശോദിൻ ഹൃദയത്തിനുള്ളിൽ, ഈശോദിൻ മേലങ്കിക്കുള്ളിൽ. പ്രിയപ്പെട്ടവരെ, ലോക ജനതയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ് ഈ രാത്രിയിൽ. പ്രിയപ്പെട്ടവരെ, നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, വിവിധ വൻകരകളിൽ ദൈവം അത്ഭുതകരമായ തൻ്റെ സാന്നിധ്യം, തൻ്റെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുന്ന വീര്യപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കും. വിശ്വസിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, തളരാത്ത നമ്മുടെ കരം ഉയർത്തിക്കൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ദൈവമേ, സകല ജനതയും സകല ഗോത്രവും അവിടുന്ന് മാത്രമാണ് ഏകരക്ഷിതാവെന്ന്, ഏക കർത്താവെന്ന് അറിയട്ടെ. പ്രിയപ്പെട്ടവരെ, ആയിരക്കണക്കിന് വ്യക്തികളെ ഈ രാത്രിയിൽ ശലോമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു, കത്തുകൾ അയച്ച് പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അവരെല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ സ്വതന്ത്രമായി കർത്താവിന് ഒരു നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5 വൻകരകൾ ഉണരട്ടെ. ലോക ജനത യേശുനാമം അറിയട്ടെ. യേശുവിന്റെ നാമം ലോക ജനത അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സുവിശേഷത്തിന്റെ അഗ്നി ലോകത്തിന്റെ അതിർത്തികളോളം കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. 5 വൻകരകളെ സമർപ്പിച്ചുകൊണ്ട്. 5 വൻകരകൾ, അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. 5 വൻകരകൾ, അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. കരമുയർത്തി. 5 വൻകരകൾ, അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. 5 വൻകരകൾ, അതിലുള്ള മക്കൾ അഭിഷേകം ചെയ്യപ്പെടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. ലോക ജനതയ്ക്ക് വേണ്ടി ഒരു നിമിഷം കൂടി കർത്താവിനെ സ്തുതിക്കുന്നു. സകലരും യേശുവിന്റെ നാമം അറിയട്ടെ. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സകല ഗോത്രങ്ങളും സകല വംശങ്ങളും മുട്ടുമടക്കട്ടെ. അവന്റെ നാമം മാത്രമാണ് സ്വർഗം നൽകപ്പെട്ടത്, സ്വർഗത്തിൽ നൽകപ്പെട്ടത് യേശു ക്രിസ്തുവിന്റെ നാമം മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. അന്റാർട്ടിക്ക മുതൽ ആർട്ടിക്ക വരെ നിന്റെ നാമം അറിഞ്ഞിടട്ടെ. പ്രൈസ് ദി ലോർഡ്. ശാന്തമായി നമുക്ക് ഇരിക്കാം.